ഹലോ മക്കളെ, ഞാൻ അക്ബർ സാർ. അപ്പൊ നമ്മള് BAS 26 ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്? അതായത് PQLI, ഭൗതിക ജീവിത ഗുണമേന്മ സൂചികയിലെ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മൾ ചോദ്യം. ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക നമുക്കറിയാം, മോറിസ് ഡേവിഡ് മോറിസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഭൗതിക ജീവിത ഗുണമേന്മ സൂചികയിൽ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നമുക്കറിയാം. അപ്പൊ അതില് ഉൾപ്പെടാത്തത് ഏതാണ്? PQLI എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടാത്തതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഒന്നാമത്തത് എ ഓപ്ഷൻ, ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട് LEI, ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് അതിനകത്തുണ്ട് അല്ലെ. അപ്പൊ അത് ഉൾപ്പെടാത്തതിൽ ഒരിക്കലും ഏത് വരില്ല? ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് വരില്ല, ആയുർദൈർഘ്യം വരില്ല. രണ്ടാമത്തെ ഏതാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പോയിന്റ് അവിടെ കണ്ടതാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻഡെക്സ് IMI എന്നുള്ള ഒരു പോയിന്റ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. മൂന്നാമത്തത് ബേസിക് ലിറ്ററസി ഇൻഡെക്സ്, മൂന്നാമത്തത് അടിസ്ഥാന സാക്ഷരത എന്നൊരു പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം വൃത്തിക്ക് പഠിച്ച കുട്ടികൾക്ക് അറിയാം, വൃത്തിക്ക് നോക്കിയ കുട്ടികൾക്ക് അറിയാം, ഭൗതിക ജീവിത ഗുണമേന്മ സൂചികയുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിരുന്നു ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക ഏതിനെ പരിഗണിക്കുന്നില്ല? പ്രതിശീർഷ വരുമാനത്തെ പരിഗണിക്കുന്നില്ല, പെർ ക്യാപിറ്റ ഇൻകത്തെ പരിഗണിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഉത്തരം അവിടുന്ന് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. താഴെ പറയുന്നതിൽ ഭൗതിക ജീവിത ഗുണമേന്മ സൂചികയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി, പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് കുട്ടികളുടെ ശ്രദ്ധ. ഞാൻ ഈ PQLI കണക്കാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഏതാന്നുള്ള ആ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ SCERT നൽകിയ ചോദ്യ പേപ്പറിലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ജോഗ്രഫിയിലെ ഒന്നാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററില് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക, ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക എന്നുള്ള ഭാഗത്ത് നിന്നാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് 5-year പ്ലാൻസ്? പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് 5-year പ്ലാൻസ്? അപ്പൊ ടെക്സ്റ്റ് ബുക്കില് 5-year പ്ലാൻസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഡീപ്പായിട്ട് വളരെ നന്നായിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഉത്തരമാണ്. പലരും ഇതിന്റെ ഓപ്ഷൻ M വിശ്വേശ്വരയ്യ എന്നുള്ള ഓപ്ഷനിലൊക്കെ പോയി കറുപ്പിച്ച് അതിന്റെ നെഗറ്റീവ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ M വിശ്വേശ്വരയ്യ എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആണ് ഇത് വരുന്നത്, M വിശ്വേശ്വരയ്യ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചില കുട്ടികൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ആയതുകൊണ്ട് 5-year പ്ലാൻസിന്റെ പിതാവ് ഇനിയിപ്പോ നെഹ്റുവിനെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ SN അഗർവാൾ ആണ് നമുക്ക് ഓപ്ഷൻ ഡി വരുന്നത്. SN അഗർവാൾ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ ഇതിൽ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ പരിചിതമായതാണ്. അപ്പൊ ഇനി ഇതിൽ പറയാൻ ബാക്കിയുള്ളത് ഓപ്ഷൻ സി, PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് 5-year പ്ലാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അതും നമുക്ക് 7th ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ആർക്കിടെക്ട്, ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അപ്പൊ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്, PC മഹലനോബിസ്. ആർക്കിടെക്ട് 5-year പ്ലാൻസ് PC മഹലനോബിസ്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം: ഇൻ വിച്ച് കൺട്രി ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് അയൺ ഓർ മൈൻ കാരജാസ് ലൊക്കേറ്റഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി ആയിട്ടുള്ള കാരജാസ് എന്ന് പറയുന്ന ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യത്താണെന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ വളരെ ഡീപ്പായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ചോദ്യമാണ്. നമ്മൾ ജോഗ്രഫിയിലെ 8ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇരുമ്പ്, ചെമ്പ്, അതുപോലെ തന്നെ ലോകത്തെ സ്വാധീനിച്ച വ്യത്യസ്ത തരം ലോഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായിട്ടുള്ള കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലിയാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രസീലാണ് നമ്മുടെ ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കുട്ടികൾ ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായിട്ടുള്ള കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ.
ഓക്കെ. അപ്പൊ ലാർജസ്റ്റ് അയൺ ഓർ മൈൻ ആയിട്ടുള്ള കാരജസ് ലൊക്കേറ്റ് ചെയ്യുന്ന രാജ്യം ബ്രസീൽ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ബി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി, ബ്രസീലാണ്. അതിനെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കാനില്ല. അപ്പൊ 3 ചോദ്യങ്ങളുടെ ഉത്തരമായി. നമ്മൾ നേരെ 4ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ജോഗ്രഫിയിലെ 4ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കോസസ് ഓഫ് എർത്ത് ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നതില് ഭൂകമ്പത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഭൂകമ്പത്തിനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ടെക്ടോണിക് മൂവ്മെന്റ്സ് ആണ്, അതായത് ഫലക ചലനം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഫലക ചലനം ഭൂകമ്പത്തിന് കാരണമാണ്. തീർച്ചയായിട്ടും ഫലക ചലനം എന്താണ്, ഭൂകമ്പത്തിന് കാരണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 ഫലകങ്ങളുടെ അതിരുകളില് ഈ ചലനം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഘർഷണം രൂപപ്പെടും. ആ ഘർഷണം അവിടെ സമ്മർദ്ദം ഉണ്ടാവാൻ കാരണമാവും. ആ സമയത്ത് അവിടെ ഒരുപാട് ഊർജ്ജം കേന്ദ്രീകരിക്കപ്പെടും. പിന്നെ പെട്ടെന്ന് ഈ ഫലകങ്ങൾ ചലിക്കുമ്പോൾ ആ ഊർജ്ജം സ്വതന്ത്രമാക്കപ്പെടും. അത് ഭൗമോപരിതലത്തിൽ ഭൂചലനമായി അനുഭവപ്പെടുന്നതൊക്കെ നമ്മൾ പഠിച്ച കുട്ടികളായതുകൊണ്ട് ടെക്ടോണിക് മൂവ്മെന്റ്സ്, ഫലക ചലനം തീർച്ചയായിട്ടും ഭൂകമ്പത്തിനുള്ള കാരണമാണ്. ഇനി 2ാമത്തെ പോയിന്റ് നോക്കൂ. 2ാമത്തെ വോൾക്കാനിക് എറപ്ഷൻസ് ആണ്, അഗ്നിപർവ്വത സ്ഫോടനമാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂകമ്പത്തിന് കാരണമാകുന്നുണ്ട്, തീർച്ചയായിട്ടും കാരണമാകുന്നുണ്ട്. വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങൾക്കുള്ള കാരണമാണ്. അപ്പൊ എയും ബിയും ഇതിൽ വന്നു, എയും ബിയും ഭൂകമ്പത്തിനുള്ള കാരണമാണ്. ഇനി 3ാമത് ഫാൾ ഓഫ് മിറ്റിയോസ്, അതായത് ഉൽക്കകളുടെ പതനം. അപ്പൊ ഈ ഒരു വാക്കും കുട്ടികൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ എയും ബിയും സിയും ഒക്കെ ഉണ്ട് എന്ന് പെട്ടെന്ന് കറുപ്പിക്കാൻ തോന്നും. അപ്പൊ ഈ ഫാൾ ഓഫ് മിറ്റിയോസ് എന്നുള്ളത്, അതായത് നമ്മൾ ഈ ഉൽക്കകളുടെ പതനം എന്നുള്ളത് പഠിച്ചത് ഇവിടെയല്ല, സുനാമിയുടെ ഭാഗത്താണ്. അങ്ങനെ ചിന്ത എത്താത്ത കുട്ടികൾക്ക് അതിന്റെ മാർക്ക് നഷ്ടമായി. അവർ നേരെ കൊണ്ടുപോയത് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഫാൾ ഓഫ് മിറ്റിയോസ് എന്നുള്ളത് സുനാമിക്കുള്ള കാരണമാണ്, ഒരിക്കലും ഭൂകമ്പത്തിനുള്ള കാരണമല്ല. അത് കഴിഞ്ഞ് കൊളാപ്സ് ഓഫ് മൈൻ റൂഫ്സ്, അതായത് വളരെ കൂടുതലായിട്ട് ഇന്റൻസീവ് ആയിട്ട് മൈനിങ് നടക്കുന്ന, ഖനനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നതും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഓപ്ഷൻസ് എങ്ങനെ നോക്കണം, എ ഉണ്ട്, അതുപോലെ തന്നെ എ എന്താണ്, ഭൂകമ്പത്തിന് കാരണമാണ്. അതുപോലെ തന്നെ ബിയും എന്താണ്, ഭൂകമ്പത്തിന് കാരണമാണ്. അതുപോലെ ഡിയും. അപ്പൊ നമ്മുടെ ഉത്തരം എങ്ങനെ വരണം, എ ബി ഡി എന്നുള്ള ഓപ്ഷൻ എവിടെയുണ്ട് നോക്കണം. അപ്പൊ എയും ബിയും ഡിയും കിടക്കുന്ന ഓപ്ഷൻ ഏതാണ്, നമ്മൾ ഇതില് ഡി എന്നുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ആണ്, എ ബി ഡി. ഭൂകമ്പത്തിനുള്ള 3 കാരണങ്ങള് ഫലക ചലനം, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം, അതുപോലെ തന്നെ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞു വീഴൽ. ഓക്കെ, അതായത് എർത്തിക്വക്കിനുള്ള കോസസ് ആണ് ടെക്ടോണിക് മൂവ്മെന്റ്സ്, വോൾക്കാനിക് എറപ്ഷൻസ്, അതുപോലെ തന്നെ കൊളാപ്സ് ഓഫ് മൈൻ റൂഫ്സ്. ഓക്കെയാണ്. കാണുമ്പോൾ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് ഒരുപാട് കുട്ടികൾ നെഗറ്റീവ് വാങ്ങാനൊക്കെ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. Which system was introduced by Reserve Bank of India to transfer large amount of money between account holders? 2 അക്കൗണ്ട് ഹോൾഡേഴ്സ് തമ്മിൽ, 2 അക്കൗണ്ട് ദാതാക്കൾ ഇടയിൽ ഒരു വലിയ തുക കൈമാറുന്നതിന് വേണ്ടി താഴെ പറയുന്നതിലെ ഏത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ബാങ്കിങ് രംഗത്ത് നിലവിലുള്ള പണമിടപാട് സംവിധാനങ്ങൾ ഏതെല്ലാം മക്കളെ നമ്മൾ പഠിച്ചതാണ്, പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റാക്കിയതാണ്. 1 നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. 2 RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. 3ാമത്തത് കോർ ബാങ്കിങ്. 4ാമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് UPI. ഇങ്ങനെ 4 സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ചോദ്യം എന്താന്ന് വൃത്തിക്ക് ശ്രദ്ധിക്കണം. ഒരു വലിയ തുക, ഒരു ലാർജ് എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഇതിൽ നെഫ്റ്റ് ആണോ, അതോ RTGS ആണോ, അതോ കോർ ബാങ്കിങ് ആണോ, അതോ UPI ആണോ? അധികം കുട്ടികൾ UPI ഒക്കെ പോയി കറുപ്പിച്ച് നെഗറ്റീവ് വാങ്ങിയിട്ടുണ്ടാവും. ഒരിക്കലും ഏതല്ല, UPI അല്ല അതിന്റെ ഓപ്ഷൻ. ഒരു വലിയ തുക കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതില് ഓപ്ഷൻ ബി RTGS ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം RTGS. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രതീക്ഷിക്കുന്നു. എന്താണ് UPI അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് അത്. ഓക്കെ, അപ്പൊ ആ സംഭവം UPI നമുക്ക് അറിയാം എന്താണ്, റിയൽ ടൈം, അതായത് നമുക്ക് തത്സമയം പണം ഇങ്ങനെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ പോലുള്ള, ഫോൺ പേ പോലുള്ള സംവിധാനങ്ങളാണ്. കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും നമ്മുടെ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്താൻ പറ്റുന്ന സംവിധാനമാണ് ഏത്, കോർ ബാങ്കിങ് എന്നൊക്കെ അറിയാം. അപ്പോ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഓക്കെ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ കാണുമ്പോൾ
നിങ്ങൾ മാർക്ക് ചെയ്ത നമ്മുടെ BSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കയ്യിലെടുക്കുക, ഇങ്ങോട്ട് എത്ര എണ്ണം ശരിയായി എന്നൊക്കെ നോക്കുക. ഇപ്പൊ നമ്മളത് 5 കഴിഞ്ഞു. അപ്പൊ 5 5 കിട്ടിയവരും ഉണ്ടാവും, 5 പൊട്ടിയവരും ഉണ്ടാവും. കിട്ടിയവരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുക, കിട്ടാത്തവർ അടുത്ത എക്സാമിന് കാഞ്ഞു പിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യം 6ാമതാണ് ഉൾപ്പെടുത്തിയത്. 5 എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നു. 6ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് എ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിൽ എന്താണ്? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. എന്താണ് യൂട്ടിലിറ്റി? എന്താണ് ഉപയുക്തത എന്ന് പറഞ്ഞാല്? ഒരാളുടെ ഒരു ആവശ്യം നിറവേറ്റാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ നമുക്ക് എന്ത് പറയാം? ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഒരാളുടെ ഒരു ആവശ്യം നിറവേറ്റാനുള്ള ഒരു കഴിവിനെ നമുക്ക് ആ സാധനത്തിന്റെ ഒരു കമ്മോഡിറ്റിയുടെ കഴിവിനെ നമുക്ക് ഉപയുക്തത എന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി. യൂട്ടിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ ബേസ്ഡ്. ഇറ്റ് മേ വാരി ഡിപ്പെൻഡിങ് ഓൺ പ്ലേസ് ആൻഡ് ടൈം. അതായത് ഉപയുക്തത എന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. അത് സ്ഥലത്തിനും അതുപോലെ കാലത്തിനും അല്ലെങ്കിൽ സമയത്തിനൊക്കെ അനുസരിച്ച് എന്ത് മാറ്റം വരുന്നു? ഉപയുക്തതയിൽ മാറ്റം വരുന്നു എന്നാണ്. അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റ് വൃത്തിക്ക് വായിക്കണം, എന്നാലാണ് അതിന്റെ ഉത്തരം കിട്ടുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂട്ടിലിറ്റിയുടെ ഭാഗത്തിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? യെസ്, തീർച്ചയായിട്ടും. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ തന്നെയാണ് എന്ത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് കാർഡിനൽ യൂട്ടിലിറ്റി, ആൽഫ്രഡ് മാർഷലൊക്കെ അതിന്റെ ആളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസും അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചതാണ്. ഇനി ഈ യൂട്ടിലിറ്റി വ്യക്തി അധിഷ്ഠിതമാണോ? അത് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. തീർച്ചയായിട്ടും യൂട്ടിലിറ്റി ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. അത് സ്ഥലത്തിനനുസരിച്ചും അത് സമയത്തിനനുസരിച്ചൊക്കെ അതിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ കൊടുത്ത 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? യെസ്, നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഇതില് എ സ്റ്റേറ്റ്മെന്റും ബി സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് 6ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക കുട്ടികളെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ചോദ്യം യെസ് 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളെല്ലാ ചോദ്യങ്ങളും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ജോഗ്രഫിയാന്ന് കരുതുന്നത്? 7ാമത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഡാർക്ക്. ഓക്കെ, അപ്പൊ 7ാമത്തെ ചോദ്യം നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐഡന്റിഫൈ ദി ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. മാഷ് ഒന്നുകൂടെ വായിക്കാം. ഐഡന്റിഫൈ ദി ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളില് എന്താണ്? ഇരുണ്ട മഴമേഘങ്ങളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? മേഘങ്ങൾ എന്നുള്ള കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മേഘങ്ങള് അവയുടെ ആകൃതി അല്ലെ, അതിന്റെ ഒരു രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. 1 സിറസ് ക്ലൗഡ്സ്, 2 സ്ട്രാറ്റസ് ക്ലൗഡ്സ്, 3 ക്യുമുലസ് ക്ലൗഡ്സ്, 4 നിംബസ് ക്ലൗഡ്സ് അല്ലെ. ഇതിന്റെ ഓരോന്നിന്റെ ആകൃതി കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിറസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ഫെദർ ലൈക്ക് ക്ലൗഡ്സ്, തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ്. സ്ട്രാറ്റസ് എന്ന് പറയുമ്പോൾ അത് കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ്. ക്യുമുലസ് എന്ന് പറയുമ്പോൾ അത് കോട്ടൺ വൂൾ ലൈക്ക് ക്ലൗഡ്സ്, അതായത് എന്താണ്? പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിംബസ് ക്ലൗഡ്സ് ആണ് എന്ത്? നിംബസ് ക്ലൗഡ്സ് ആണ് ഇരുണ്ട മഴമേഘങ്ങൾ. അപ്പോ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഞാൻ ഒരു കോഡ് സെറ്റ് ചെയ്ത് തരാം. അപ്പൊ ആ ഒരു സംഭവം മനസ്സിലാക്കുക. അപ്പൊ നമ്മള് സ്കൂളൊക്കെ വിട്ടു പോവാണ്. അപ്പൊ ആ സമയത്ത് മഴ ഉണ്ടെങ്കിൽ അല്ലെ, മഴ പെയ്യാണ്. സാധാരണ കുട്ടികൾ നടന്നു പോകാൻ കരുതിയതാണ്. അപ്പൊ മഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തുണക്കാരനോട് പറയുന്നു, മഴ ഉണ്ട്, നിക്ക് ബസ്സിന് പോവാം അല്ലെ, നിക്ക് നമുക്ക് ബസ്സിന് പോവാം, മഴയാണ് അറിയില്ലേ. അപ്പൊ തുണക്കാരൻ പറയുന്നു അപ്പൊ എന്തായി? നിംബസ് അല്ലെ, നിക്ക് ബസ്സിന് പോവാ. എപ്പോഴാണ് ബസ്സിന് പോവാ അറിയാ? മഴ ഉണ്ടാകുമ്പോ. അപ്പൊ മഴ എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യാ? നിക്ക് ബസ്സിന് പോവാ. അങ്ങനെ നിംബസ് ആണ് കണക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രാറ്റസ് ക്ലൗഡ്സ് നിങ്ങൾ എന്താ ആലോചിക്കുക? നമ്മൾ ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇങ്ങനെ പാടും അല്ലെ. അപ്പൊ പാളികളായിട്ടുള്ളത് എന്താണ്? സ്റ്റാറ്റസ് ആണ് പാളല്. അപ്പൊ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓരോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഡിലീറ്റ് ആക്കൂലേ. അപ്പൊ അതേപോലെ സ്റ്റാറ്റസ് പാളിയെന്നോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യാൻ സെറ്റാക്കി വെക്കാം. അപ്പൊ നമുക്കറിയാം ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ്, ഇരുണ്ട മഴമേഘങ്ങൾ ഏതാണ്? നിംബസ് ക്ലൗഡ്സ് ആണ്. ഇനി അത് മറക്കൂല്ലോ, ബസ്സിന് പോയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? അതൊക്കെ ആലോചിക്കുക. ഇരുണ്ട മഴമേഘങ്ങൾ എന്ന് പറയുമ്പോൾ നിംബസ് ക്ലൗഡ്സ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ജോഗ്രഫി 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു.
ഇപ്പൊ കഴിഞ്ഞ 7 നിങ്ങൾക്ക് എത്ര ശരിയായി എന്ന് എണ്ണി നോക്കുക. ചില ആൾക്കാർ 5 ശരിയായിട്ടുണ്ടാവും, ചില ആൾക്കാർ 7 ശരിയായിട്ടുണ്ടാവും. അവരുടെ മുഖത്ത് ഇങ്ങനെ നൈസായിട്ടൊരു ചിരി വരുന്നുണ്ട്. 7 പൊട്ടിയോല് ഇതെന്ത് പണ്ടാരാന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെ രസകരമായ നിങ്ങളുടെ എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് ഇങ്ങനെ കാണാം. അപ്പൊ നമ്മൾ 38ാമത്തെ ചോദ്യത്തിൽ നമ്മൾ ജോഗ്രഫിയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. അത് നമ്മുടെ 3rd ചാപ്റ്ററിൽ ടൻഡ്ര റീജിയന്റെ പ്രത്യേകത പഠിച്ചപ്പോൾ അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പിനെ പഠിച്ചതാണ്. അതില് അലാസ്ക എന്നുള്ള ഭാഗം, സ്കാൻഡിനേവിയ എന്നുള്ള ഭാഗം, സൈബീരിയ എന്നുള്ള ഭാഗം, അതുപോലെ ലെനാ ബേസിൻ, ലെനാ തടം എന്നുള്ള ഭാഗം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ 4 ഉത്തരം അറിഞ്ഞിട്ടില്ലെങ്കിലും ഇതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് അലാസ്ക. അലാസ്കയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗമാണ്, ട്രൈബൽ ഗ്രൂപ്പാണ് എസ്കിമോ. എസ്കിമോ അല്ലെങ്കിൽ ഇനിയൂട്ട്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് തന്ന ഓപ്ഷൻ ഏതാണ്? എസ്കിമോ. അപ്പൊ അലാസ്ക, എസ്കിമോ. നോക്കി അതിന്റെ രണ്ടിന്റെയും പ്രൊനൗൺസിയേഷൻ തന്നെ ഏകദേശം ഒരേ പറയണം. അലാസ്ക, എസ്കിമോ, എസ്കിമോ ആണ്. അപ്പൊ ആ ഒരു പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് അലാസ്ക എ ആണ്, എസ്കിമോ 3 ആണ്. അപ്പൊ A3 എന്നുള്ള ഓപ്ഷൻ. മക്കളെ നിങ്ങൾ കണ്ണും തുറന്ന് നേരെ ഓപ്ഷൻ നോക്കിയേ. A3 എന്നുള്ള എത്ര ഓപ്ഷൻ വരുന്നതില്? A3 എന്നുള്ള ഓപ്ഷൻ വരുമ്പോ A എന്നുള്ള നമ്മുടെ ഓപ്ഷൻ പോയി, ബി എന്നുള്ള അതായത് ഡി എന്നുള്ള ഓപ്ഷൻ പോയി. ഇനി A3 എന്നുള്ള 2 ഓപ്ഷൻ ഉള്ളൂ അല്ലെ, A3. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി മാച്ച് ചെയ്യണം. ഒന്നുകൂടി മാച്ച് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം. അടുത്ത ഏതാണ്? സ്കാൻഡിനേവിയ. സ്കാൻഡിനേവിയയിൽ കാണപ്പെടുന്ന ട്രൈബ്സ് ഏതാണ്? സ്കാൻഡിനേവിയയിൽ കാണപ്പെടുന്ന ട്രൈബ്സ് ലാബ്സ് ആണ്. അപ്പൊ B1 എന്നുള്ള ഓപ്ഷൻ വരണം. B1 എന്നുള്ള ഓപ്ഷൻ വരണം. അപ്പൊ B1 എന്നുള്ള ഓപ്ഷൻ ഏതാണ് അടുത്ത് വരുന്നത്? B1 എന്നുള്ള ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ആ മൂന്നാമത്തെ നോക്കാം. സൈബീരിയ സമോയിഡ്സ് ആണ് അല്ലെ. അപ്പൊ C4 എന്ന് വരുന്നത്. അപ്പൊ C4 കറക്റ്റ് ആണ്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ ലെനാ ബേസിനിൽ ഏതാണ്? യാക്കൂട്ട്സ് ആണ്. ലെനാ ബേസിനിൽ യാക്കൂട്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാം കഴിയോളം എന്ത് ചെയ്യുക? ഒരു ലയാന്നെങ്കിലും ആലോചിച്ച് നോക്കുക. അപ്പൊ ലെനാ യാക്കൂട്ട്സ്. ഓക്കെ, അങ്ങനെ എങ്ങനെയും എന്ത് ചെയ്യുക? അപ്പൊ സൈബീരിയ സമോയിഡ്സ് രണ്ടും കൂടെ പറയുമ്പോൾ സാന്ന് വരുന്നില്ല, സൈബീരിയ സമോയിഡ്സ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സംഭവം സെറ്റ് ചെയ്ത് വെക്കുക. ഇത് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ A3, B1, C4, D2 എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ ആണ്, സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോരുന്നു. നമ്മുടെ ജോഗ്രഫി ഏതാണ് തീരാനായി. 9ാമത്തെ ചോദ്യം: Which international initiative prepared UN Agenda 21 to promote environment friendly development? പരിസ്ഥിതി വികസനത്തിന്റെ ഭാഗമായി, എൻവയൺമെന്റ് ഫ്രണ്ട്ലി അല്ലെ, പരിസ്ഥിതി സൗഹൃദ വികസനത്തിന്റെ ഭാഗമായിട്ട് UN അജണ്ട 21 കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട സമ്മിറ്റ് ഏതാണ്? പ്രധാനപ്പെട്ട ഒരു സംരംഭം ഏതാണ്? ഏത് സമ്മിറ്റിലാണ് UN അജണ്ട 21 പ്രിപ്പയർ ചെയ്തെന്നുള്ളതാണ്. അപ്പൊ നോക്കുക, 2ാമത്തെ ചാപ്റ്റർ എന്നാണ് ഈ ഒരു ചോദ്യം. 2ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തില് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള ലോകം മുഴുവൻ നേരിടുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ UN അജണ്ട 21 എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന എൻവയൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ഏതാണ്? ഇതിൽ ഏത് സംരംഭത്തിലാണ്? പാരീസ് എഗ്രിമെന്റ് ആണോ, അതോ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണോ, അതോ എർത്ത് സമ്മിറ്റ് ആണോ, അതോ G20 സമ്മിറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും എർത്ത് സമ്മിറ്റ് ആണ്. ഓപ്ഷൻ ഡി, ഭൗമ എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടിയിലാണ് ഏത് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ UN അജണ്ട 21 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, UN അജണ്ട 21 കൊണ്ടുവന്നിട്ടുള്ളത് ഏതിലാണ്? എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടിയിലാണ്. നമുക്കറിയാം G20 സമ്മിറ്റ് ന്യൂഡൽഹിയിലാണ് ലാസ്റ്റ് ചേർന്നത്. നമുക്കറിയാം അതില് 1 എർത്ത് അല്ലെ, 1 ഫാമിലി എന്നൊക്കെ ഉള്ള, ഒരു ഭൂമി അല്ലെ, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ, ഒരു ഭാവി എന്നൊക്കെ ഉള്ള ആ ഒരു ആ സംഭവമൊക്കെ നമ്മൾ അതിൽ നോക്കിയതാണ്. അപ്പോ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടി, ഓപ്ഷൻ ഡി. നമ്മൾ ജോഗ്രഫിയിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വരുന്നു. ഈ 9 എത്ര ശരിയായി നിങ്ങൾ മാറ്റി എഴുതി വെക്കണം കേട്ടോ. അപ്പൊ 2ാമത്തെ ചോദ്യം 2ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചോദ്യം. വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ റിസീവ്സ് റെയിൻഫോൾ ബിറ്റ്വീൻ 30 ലാസ്റ്റ് Which climatic region receives rainfall between 30 cm to 75 cm during winter? ഇതിക്ക് കോൾ വരുന്നുണ്ട്. ഓക്കെ, ജോഗ്രഫിയിലെ ഏറ്റവും ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വരുന്നു. വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ റിസീവ്സ് റെയിൻഫോൾ ബിറ്റ്വീൻ 30 cm ആൻഡ് 75 cm ഡ്യൂറിംഗ് വിന്റർ? ശൈത്യകാലത്ത്
30 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതയാണെന്നുള്ളതാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഇതില് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. അപ്പൊ നമ്മളത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനെ മറ്റു കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വിന്റർ സീസണിൽ മഴ പെയ്യുക. സാധാരണ മൺസൂൺ സീസണിലല്ല മഴ പെയ്യുക. അപ്പൊ ഇത് തണുപ്പ് കാലത്ത്, ശൈത്യകാലത്ത് മഴ പെയ്യുന്നു എന്നുള്ളതാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. നമുക്കറിയാം, ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ വിന്റർ സീസണിൽ മഴ കൊണ്ടെത്തിക്കുന്നത് വെസ്റ്റർലീസ് എന്ന് പറയുന്ന പെർമനന്റ് വിൻഡാണ്, സ്ഥിരവാദമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ജോഗ്രഫി 10 ചോദ്യം നമ്മൾ സെറ്റാക്കി. അപ്പൊ അതിൽ എത്ര ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ കിട്ടിയതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി റെഡിയാക്കി വെക്കുക. ഓക്കെ, എനിവേ, താങ്ക് യു.